ഹലോ, ഞാൻ ദേവി ദേവ്ദ. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവ്മോഹനം. ഇന്ന് ഞാൻ പറയാൻ വരുന്നത് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ചില സൈൻസാണ്, ചില ഏഞ്ചൽ നമ്പേഴ്സ്. ഏഞ്ചൽസായിട്ട് കണക്റ്റ് ആയിരിക്കുന്നവർ കൂടുതൽ ഈ നമ്പേഴ്സ് കാണാറുണ്ട്. യൂണിവേഴ്സായിട്ട് കണക്റ്റ് ചെയ്യുന്നവരും കാണാറുണ്ട്. ഇത് ഏഞ്ചൽ നമ്പേഴ്സാണ്. ഓരോ നമ്പേഴ്സ് നമ്മുടെ മുന്നിൽ വരുന്നതിന് ഓരോ അർത്ഥമുണ്ട്. പിന്നെ ഓരോരുത്തർക്കും അത് ഓരോ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് മനസ്സിലാവും യൂണിവേഴ്സ് എന്താണ് അവരുടെ അടുത്ത് പറയുന്നതെന്ന്. നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിൽ അവേക്കൻഡ് ആയി തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ നമ്പേഴ്സൊക്കെ കാണുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന നമ്പറാണ് 1111. അതൊരു ഭയങ്കര പവർഫുള്ളായ നമ്പറാണ്. സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്ത എല്ലാവരും മിക്കവാറും പേര് ഇത് കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹയർ സെൽഫുമായിട്ടും യൂണിവേഴ്സുമായിട്ടൊക്കെ അലൈൻഡ് ആവുന്നു എന്നാണ് അർത്ഥം. യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് എന്നും ഇതിനൊരർത്ഥമുണ്ട്. യൂണിവേഴ്സ് പറയുകയാണ്. അതായത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ സ്പിരിച്വൽ ജേർണി. അപ്പോൾ മാത്രമാണ് നമ്മൾ ഈ നമ്പർ കാണുന്നത്. പിന്നെ നമ്മൾ ഒരു റിപ്പീറ്റഡ് നമ്പർ ഈ സമയം കാണും, അതായത് 555. അത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ചേഞ്ചസിനെയാണ് കാണിക്കുന്നത്. നമ്മൾ അൺഅവേക്കൻഡ് ആയ ഒരാൾ പെട്ടെന്ന് അവേക്കണിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര ചേഞ്ചാണ്. അവേക്കൻഡ് ആയ നമ്മളും അതിനു മുന്നുള്ള നമ്മളും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. കംപ്ലീറ്റ്ലി ഒരു ചേഞ്ചാണ് നമുക്കുണ്ടാകുന്നത്, ഒരു റീബർത്താണ്. അതായത് നമ്മളൊരു 3D പെർസ്പെക്റ്റീവിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊരു ഹയർ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു 5D പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ കണ്ടു തുടങ്ങും. പെട്ടെന്ന് നമ്മൾ ഫുള്ളി അങ്ങ് ഒരു 5D പെർസ്പെക്റ്റീവിൽ കണ്ടു തുടങ്ങും എന്നല്ല, നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. പതുക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അങ്ങനെ നമ്മുടെ ചിന്താഗതി മാറി വരും. അപ്പോൾ നമുക്ക് വലിയൊരു ചേഞ്ചാണ് ഉണ്ടാകുന്നത്, നല്ലൊരു ചേഞ്ചാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ സ്പിരിച്വൽ ജേർണി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ നമ്പറും മിക്കവാറും കാണും. പിന്നെ ഒരുപാട് സൈൻസ് ആൻഡ് സിങ്ക്രോണിസിറ്റീസ് യൂണിവേഴ്സ് കൊണ്ടുതരും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടി വിയിൽ ആ സെയിം കാര്യം കേൾക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിക്കുക. നമ്മൾ പറയുന്ന അതേ സമയത്ത് അതേ കാര്യം വേറൊരാൾ പറയുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആ ഒരു വേർഡ് തന്നെ എവിടെയെങ്കിലും എഴുതിയേക്കുന്നത് കാണുക. ഇതൊക്കെ സിങ്ക്രോണിസിറ്റീസാണ്. ഇതെല്ലാം നമ്മൾ കറക്റ്റ് വഴിയിൽ കൂടെയാണ് പോകുന്നതെന്ന് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം, എന്നിട്ട് നമുക്കൊരു സൈൻ ചോദിക്കാം. യൂണിവേഴ്സ് ആ സൈൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ നമ്മളെ ശരിക്കും ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ സോളാണ്, യൂണിവേഴ്സാണ്. നമ്മുടെ സോള് യൂണിവേഴ്സിൻ്റെ സോളായിട്ട് കണക്ട് ചെയ്ത് ഇൻഫോർമേഷൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിലാവുമ്പോൾ നമ്മളെ യൂണിവേഴ്സ് ഇങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്, നമ്മുടെ സോൾ ഇങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അത് ഏത് സ്പിരിച്വൽ ജേർണി ആണെങ്കിലും, ട്വിൻ ഫ്ലെയിം ജേർണി ആണെങ്കിലും, ട്വിൻ ഫ്ലെയിം ജേർണി ഒരു സ്പിരിച്വൽ ജേർണിയാണ്. അപ്പോൾ പലതരം സ്പിരിച്വൽ ജേർണിയുണ്ട്. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ എന്തായാലും ഇങ്ങനത്തുള്ള നമ്പേഴ്സ് എല്ലാം കണ്ടിരിക്കും. സിങ്ക്രോണിസിറ്റീസും ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ സോളിനെ ഫോളോ ചെയ്യുക, യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. സ്റ്റേ ബ്ലെസ്ഡ്.